Hello. Welcome to Market Discussion of the Day. Today, May 12th, 2026. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് നമ്മളുടെ അടുത്ത അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയ് 18 ഓക്കെ. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള ഇതൊരു അഡ്വാൻസ് ലെവൽ കോഴ്സൊന്നുമല്ല. വളരെ വളരെ ബേസിക് ലെവലിൽ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഴ്സായിരിക്കും. 7 ദിവസത്തെ ക്ലാസ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതിൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ അതിന് മുന്നേ ആയിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്, നമ്മളുടെ പല ആൾക്കാരും നമ്മളുടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത ആൾക്കാരും ഒക്കെ നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിൽ ഉണ്ട്. സോ സിഗ്നൽ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇന്നലെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുത്തു. സിഗ്നൽസ് എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുത്തു. നമ്മൾ 4 ഓപ്പർച്യൂണിറ്റിയാണ് കൊടുത്തത്. ഓക്കെ, സോ 4 ഓപ്പർച്യൂണിറ്റിനകത്ത് 4 പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. ഏറ്റവും ലാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് നമുക്ക് അതിനകത്ത് ഒരു ടാർഗറ്റ് 3 മാത്രം ഹിറ്റായിട്ടില്ല. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ ഉറപ്പായിട്ടും അങ്ങനെ ആവണമല്ലോ അല്ലേ. സോ അത് മാത്രമാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. സോ നമ്മുടെ ഈ ഒരു സിഗ്നൽ ഗ്രൂപ്പിലോട്ട് വരണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് ബാക്കി ഞാൻ നിങ്ങളെ ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വൈകുന്നേരം 6 മണിക്ക് CPIയുടെ ഡേറ്റ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മുടെ കോഴ്സിന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്, CPI ഡേയിൽ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. സോ ഇന്നത്തെ ദിവസം മൊത്തം മാറി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്, വൈകുന്നേരം 5:30 മുന്നേ ആയിട്ടുള്ളൊരു ക്യാൻഡിൽ മാറി നിൽക്കുക. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ടൊക്കെ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാകാം. ബിക്കോസ് CPIയുടെ കൂടെ തന്നെ വൈകുന്നേരം നമുക്ക് 8 മണിക്ക് ശേഷം ഫെഡ് ചെയർ നോമിനേഷൻ്റെ വോട്ട് നടക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ തീരുമാനം വെച്ചിട്ടാണ് നമ്മളുടെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പം ബേസിക്കലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. സോ ഈ ഒരു സാഹചര്യത്തിൽ ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഫെഡറൽ ചെയർമാനായിട്ട് മിക്കവാറും മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ കെവിൻ വാഷ് എന്ന് പറയുന്ന ആളായിരിക്കും വരാനായിട്ടുള്ള സാധ്യത എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സോ ബേസിക്കലി കെവിൻ വാഷ് ഫെഡ് ചെയർമാൻ ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ കെവിൻ വാഷ് ആക്ച്വലി ഡൊണാൾഡ് ട്രംപിൻ്റെ ആളാണ്. ഓക്കെ, സോ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യം, പുള്ളിക്കാരന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനനുസരിച്ച് കെവിൻ വാഷ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയുണ്ടായാൽ ഉറപ്പായിട്ടും അതൊരു ലോങ്ങർ ടേം ഗോൾഡിന് ബുള്ളിഷ് ആയിട്ടുള്ളൊരു രീതിയിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് നമ്മൾ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി പോവുക. അതേപോലെ നമ്മളെ CPIയുടെ ഡേറ്റ വന്നിട്ട് നമുക്കറിയാം എന്താണ്, നമുക്ക് ഫോർകാസ്റ്റും പ്രീവിയസും ഒക്കെ നമുക്ക് കലണ്ടർ ബേസ് ചെയ്ത് നോക്കാൻ നേരത്ത് അറിയാം. സോ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഓക്കെ, സോ ബെറ്റർ നമുക്കൊരു 5:30 മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും CPIയുടെ ഡേറ്റ ഇത് വന്നില്ലേ, ഇനി നമുക്ക് ട്രേഡ് ചെയ്തുകൂടെ, ഇനി ബുള്ളിഷ് ആയിരിക്കത്തില്ലേ എന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. സോ ഞാൻ അവരുടെ അടുത്ത് എല്ലാം പറയുന്നത്, എന്തിനാ വെറുതെ, നമ്മളെക്കാട്ടിലും വലുതാണ് മാർക്കറ്റ്, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ്റെ ഒക്കെ മുകളിലാണ് മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു കുറച്ച് സമയം നമ്മൾ വെറുതെ ട്രേഡ് എടുത്ത്, അതും വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഒക്കെ നമ്മൾ വെറുതെ ട്രേഡ് എടുത്ത് നമ്മൾ അതിനകത്ത് ടെൻഷൻ അടിച്ച് എന്തിനാ വെറുതെ ഓവറായിട്ട്. ചിലപ്പോൾ നമുക്ക് പൊട്ടന് ലോട്ടറി അടിച്ച പോലെ 1-2 പ്രോഫിറ്റ് കിട്ടിയേക്കാം, പക്ഷേ അതെല്ലാം അതിൻ്റെ അടുത്തോട്ട് അങ്ങ് പോകും. ഓക്കെ, സോ അതിന് പകരം 5:30 ശേഷം ട്രേഡ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഫാമിലിയായിട്ട് അടിച്ച് പൊളിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോവുക. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടതല്ലേ. 2 മണിക്കൂർ ശേഷം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ 15 മിനിറ്റിന് ശേഷം ട്രേഡ് ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വലുതായിരിക്കും റിസൾട്ട്
റിസൾട്ട് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ മാറി നിൽക്കുക, അതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, അതിന് മുന്നേ ഒരുപാട് സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ ട്രേഡ് ചെയ്ത് പോവുക. പിന്നെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച എന്താണ് US-ഉം ഇറാനും തമ്മിലുള്ള ഒരു വാർ അവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഒരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എന്താ പറയുക ഇല്ലാണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ വാർ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തായി തീരും എന്നുള്ളൊരു കാര്യം ആർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, സോ ഇതെല്ലാം ഒരു മിക്സഡ് കാര്യങ്ങളാണ്. അതായത് ഫെഡ് ചെയർ വരാൻ പോകുന്നു, വാർ അവസാനിക്കുന്നില്ല, എന്താണ് സംഭവിക്കുക, ഒരു അൺസർട്ടനിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ എനിക്ക് ഇതെങ്ങനെ ഈ ന്യൂസുകൾ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യും എന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒരു തഗോ വാർ നടക്കുകയാണ് ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ. ഓക്കെ, സോ ഫണ്ടമെൻ്റൽസ് വെച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലോട്ട് വരാറായിട്ടില്ല, ലോങ്ങർ ടേമിലോട്ട് അല്ലെങ്കിൽ മീഡിയം ടേമിലോട്ട് എന്നുള്ളത് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് നമുക്ക് പറയാം. നേരെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് പോകാം. ഗോൾഡ് ആശാൻ ഇന്നലെ ഭയങ്കര വലിയൊരു മൂവ്മെൻ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 4680 നിന്നിട്ട് 4770 ഓൾമോസ്റ്റ് 4770 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് രാവിലെയൊക്കെ 4770 ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു വെളുപ്പാങ്കാലത്ത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് 4713 നിൽക്കുന്നു. എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ റേഞ്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം, അതായത് CPIയുടെ ഡേറ്റയ്ക്ക് മുന്നേ ആയിട്ട് 4680 to 4750. ഓക്കെ, സോ ഇതായിരിക്കും ഐ ആം എക്സ്പെക്റ്റിംഗ് ദാറ്റ് റേഞ്ച്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് പോവാം. 4700 അവിടെ നിന്ന് നമുക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 4692 താഴെയായിട്ട്. ഓക്കെ, ടൈറ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 4692 താഴെയായിട്ടൊരു $5-6 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ സേഫായിട്ടുള്ള എൻട്രി 4680 ഓക്കെ, സോ 4680 വെയിറ്റ് ചെയ്തെടുക്കണം എന്നുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം 4700 വേണമെങ്കിലും എടുത്ത് പോവുകയും ചെയ്യാം. സോ നിങ്ങൾക്ക് ഞാൻ ആ ഒരു സമയത്തിനനുസരിച്ച്, ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സിഗ്നൽസ് തരുന്നുണ്ട്. ആ സിഗ്നൽസ് എക്സ്പെക്റ്റ് ചെയ്യുക. അതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് പല ആൾക്കാർക്കും ആ ഒരു സിഗ്നൽസ് കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ വാട്സാപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാം. സോ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ പുള്ളിക്കാരൻ ആംബുലൻസിൻ്റെ നോട്ടിഫിക്കേഷനാണ് അതിനകത്ത് വെച്ചിട്ടുള്ളതെന്നാണ്. സോ ആംബുലൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വെക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെട്ടെന്ന് ഓക്കെ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്ന് നിങ്ങളെ വിളിച്ച് പറയുന്ന എന്തെങ്കിലും ഒരു നല്ലൊരു നോട്ടിഫിക്കേഷൻ വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മേജറായിട്ടുള്ള സപ്പോർട്ട് 4650 ഗോൾഡിൽ കേട്ടോ. 4650 ഉറപ്പായിട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പക്ഷേ CPIക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. അതിന് മുന്നേ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, സോ നേരെ നമ്മൾ GBP USD വരാം. GBP USD ഈസ് എന്താ പറയുക, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുള്ളിഷ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുക, മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുന്നു. 1.3650 അവിടെ നിന്ന് റിജക്റ്റായി 1.35724 നിൽക്കുന്നു. സോ ഇന്നത്തെ റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1.3540 to 1.3630 ആണ് ഇന്നത്തെ റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ 1.3550 അവിടെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ അവിടെ നമുക്ക് പറയാനായിട്ടുള്ളൊരു ബൈ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3550 1.3560 റേഞ്ചിൻ്റെ അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3540 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ യൂറോയിലോട്ട് വരാം. യൂറോ നമുക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെന്താണ് 1.1800 അവിടുന്ന് സെല്ല്. സോ അവിടെ 1.1788 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ വീണ്ടും 1.1800 അടുത്ത്, അതായത് ആ ലൈനിൽ പോയി നിൽക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. സോ അതിനടുത്തൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ അവിടുന്ന് സെല്ല് ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നത്തെ ഒരു ഡെയിലി റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.6800 to 1.1785 വരെയൊക്കെയാണ് ഇന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത്. നമുക്കൊരു ബൈ എൻട്രി
1.1735 അടുത്തൊക്കെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 1.1710 താഴെയായിട്ട്, ടേക്ക് പ്രോഫിറ്റ് 1.1790 റേഞ്ചിൽ അതിനടുത്തൊക്കെ ആയിട്ട് നമുക്ക് ടി പി എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം 1.18 അവിടെ നിന്ന് സെല്ലെടുക്കാം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട്, താഴോട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് 1.1720 താഴെയായിട്ടൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ അവിടെ നിന്നും നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ USD JPY 157.71 നിൽക്കുന്നു. ഓക്കെ, സോ നമുക്ക് 157 എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡെയിലി റേഞ്ച് 157 ടു 158.20 വരെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സപ്പോർട്ട് 157.20 അവിടെ സപ്പോർട്ട് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബുള്ളിഷാണ് മാർക്കറ്റ്. സോ ബേസിക്കലി 157.20 അവിടെയൊക്കെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ 157.20 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 156.60 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, ടി പി നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ടി പി വെക്കണം. പക്ഷേ ഓൾവേസ് പുട്ട് ദ ടേക്ക് പ്രോഫിറ്റ്. നിങ്ങൾക്ക് ഒരു ട്രേഡിൽ എത്രയാണോ നഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതും നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ എത്രയാണോ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതും നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ട് മാത്രം ഈ ട്രേഡിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് എനിക്ക് പ്രൈമറിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ നമ്മൾ സിഗ്നൽസ് തരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അത് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ട് നിങ്ങൾ അതേപോലെ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ ഇടുന്നുണ്ട് അല്ലേ. സോ അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ നമ്മൾ ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അല്ലാതെ വേറെ വലിയ മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ ടി പി ഇട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും നല്ല രീതിയിൽ അത് സെറ്റാക്കിക്കൊണ്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ സ്റ്റാർ ട്രേഡർ, വാൻറ്റേജ്, VT മാർക്കറ്റ്സ് പോലത്തുള്ള കമ്പനികളുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോണസുകളുണ്ട്, അതേപോലെ എല്ലാ റെഗുലേഷൻസും ഉള്ള കമ്പനികളാണ്. നമുക്ക് പേഴ്സണലി ബോണസും തരാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. സോ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സസിന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.